ശരണം അമ്മേ ഹൃത്തിൽ തത്തിക്കളിപ്പൂ കളമൊടഴകും കാന്തി ചിന്നുന്ന ഹംസം ചിത്തേ ചിന്തുന്നു വീണാമൃതമധുരരവം രമ്യരാഗപ്രവാഹം എത്തും മോദത്തോടുള്ളിൽ കമലപരിമളം പൂണ്ടു വീശുന്നു കാറ്റും ചിത്രം ചിൽപ്പൂവിലമ്മേ നലമുടുനിയതം കാൺമു ഞാൻ ത്വത്പദാബ്ജം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഗംഗ എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ പ്രിയയും പത്നിയുമായി തീർന്നത് എന്ന നാരദന്റെ ചോദ്യത്തിന് ആ കഥയെ വിവരിച്ച ഭാഗങ്ങളാണ് കഴിഞ്ഞ 14-ാമത്തെ അധ്യായത്തിൽ നാം അവലോകനം ചെയ്തത്. അടുത്തതായിട്ട് ഇന്നു മുതൽ നമുക്ക് 15-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. തുളസി ഉപാഖ്യാനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് തുടങ്ങുന്നത് തുളസി ഉപാഖ്യാനമാണ്. നാരദൻ തന്റെ സംശയങ്ങളെ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നു. നാരായണ പ്രിയ സാധ്വീ കഥം സാജ ബഭൂവഃ തുളസി കുത്ര സംഭൂത കാ വാസാ പൂർവജന്മനി കസ്യ വാസാ കുലേ ജാത കസ്യ കന്യാ കുലേ സദീ കേന വാ തപസാ സാ ച സംപ്രാപ്തം പ്രകൃതേ പരം. സാധ്വിയായ തുളസി ആരാണ്? എവിടെയാണ് ജനിച്ചത്? പൂർവജന്മത്തിൽ അവൾ ആരായിരുന്നു? അവൾ എങ്ങനെ നാരായണന്റെ പ്രിയ പത്നിയായി? സതിയായ അവൾ ആരുടെ വംശത്തിലാണ് ജനിച്ചത്? ആരുടെ മകളായി ഏതു കാലത്താണ് ജനിച്ചത്? പ്രകൃതിക്ക് അതീതനായ പരമാത്മാവിനെ ഏതു തരത്തിലുള്ള തപസ്സിന്റെ പ്രഭാവത്താലാണ് പ്രാപിച്ചത്? കാരണം ആ പരമാത്മാവ് നിർവികാരനാണ്, നിസ്പൃഹനാണ്, സർവജഗൽ സ്വരൂപനാണ്. മാത്രമല്ല നാരായണൻ പരബ്രഹ്മവും പരമേശ്വരനും ഈശ്വരനും സർവരും ആരാധ്യനും സർവേശ്വരനും സർവജ്ഞനും ഒക്കെയാണ്. സകലരുടെയും പരിപാലകനാണ്. ഇപ്രകാരം ഉത്തമമായ ദേവി എങ്ങനെ വൃക്ഷരൂപം പ്രാപിച്ചു? തപസ്വിനിയായ അവൾ എങ്ങനെ അസുരനായ രാവണനാൽ പീഡിതയായി? സർവ സന്ദേഹവും നിവാരണം ചെയ്തു തരണം എന്ന് നാരദൻ വീണ്ടും നാരായണ ഋഷിയോട് ചോദിക്കുന്നു. ചോദ്യങ്ങളെ കേട്ട നാരായണ ഋഷി നാരദന്റെ സംശയങ്ങളെ തീർത്തുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. മനുഷ്യദക്ഷസാവർണി പുണ്യവാൻ വൈഷ്ണവശ്ശുചി യശസ്വീ കീർത്തിമാം ചൈവ വിഷ്ണോരംശസമുദ്ഭവാ. ഹേ നാരദ, ഭഗവാൻ വിഷ്ണുവിന്റെ അംശത്തോടെ ജനിച്ചവനും പുണ്യവാനും പരിശുദ്ധനും കീർത്തിമാനും ഭഗവത് ഭക്തനും ദക്ഷസാവർണി എന്ന പ്രസിദ്ധനുമായ ഒരു മനു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ബ്രഹ്മസാവർണി ധർമ്മിഷ്ഠൻ, വിഷ്ണുഭക്തൻ, പരിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായ ധർമ്മസാവർണിയും വിഷ്ണുഭക്തനും ജിതേന്ദ്രിയനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ഭക്തനും ജിതേന്ദ്രിയനുമായ രുദ്രസാവർണി. ആ രുദ്രസാവർണിയുടെ പുത്രനായിട്ടുള്ള ദേവസാവർണിയും വിഷ്ണു വ്രതങ്ങളിൽ അത്യന്തം ശ്രദ്ധയുള്ളവനായിരുന്നു. ആ രുദ്രസാവർണിയുടെ പുത്രനായ ഇന്ദ്രസാവർണി മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രനായ വൃഷധ്വജൻ അത്യന്തം ശിവഭക്തനുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള വൈവസ്വത മന്വന്തരം കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള മന്വന്തരങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞു വരുന്നത്. ഈ ബ്രഹ്മസാവർണി, ദക്ഷസാവർണി, അതേമാതിരി തന്നെ രുദ്രസാവർണി, ഇന്ദ്രസാവർണി, ഇതെല്ലാം മന്വന്തരങ്ങളുടെ പേരാണ്. ഇനി വരാൻ പോകുന്നതായിട്ടുള്ള മന്വന്തരങ്ങളുടെ പേരൊക്കെയാണ്. 14 മന്വന്തരങ്ങളുണ്ടല്ലോ, അതിലിപ്പോൾ 7 മന്വന്തരമല്ലേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള മന്വന്തരങ്ങൾ 7 വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ മന്വന്തരങ്ങളിലൊക്കെ പേരാണ്. കാരണം ഇവരൊക്കെ ആയിരുന്നു ആ മന്വന്തരത്തിലെ മന്വന്തരാധിപന്മാർ.
ആരാണോ മനുവായിരിക്കുന്നത് ആ മനുവിൻ്റെ പേര് തന്നെയാണ് ആ മന്വന്തരത്തിനും കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും വൃഷധ്വജൻ അത്യന്തം ശിവഭക്തനായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഭഗവാൻ ശങ്കരൻ മഹാദേവൻ 3 ദേവയുഗക്കാലം വസിച്ചിരുന്നു. ഭഗവാൻ പരമേശ്വരന് ആ രാജാവിനോട് പുത്രനിർവിശേഷമായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു വൃഷധ്വജനോട്. ആ രാജാവ് ഭഗവാൻ നാരായണനെയോ ലക്ഷ്മി ദേവിയെയോ സരസ്വതിയെയോ പൂജിച്ചിരുന്നില്ല. ശിവനൊഴികെയുള്ള സകല ദേവന്മാരുടെയും പൂജ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ഭാദ്രമാസത്തിൽ ചെയ്യേണ്ട മഹാലക്ഷ്മി പൂജയ്ക്ക് അഹങ്കാരം മൂലം അദ്ദേഹം വിഘ്നം വരുത്തി. അതുപോലെ മാഘമാസത്തിലെ ശുക്ലപഞ്ചമിയിൽ സകല ദേവന്മാരും സരസ്വതി പൂജ ചെയ്തിരുന്നു. ആ വൃഷധ്വജൻ എന്ന രാജാവ് ആ സരസ്വതി പൂജയും ചെയ്തില്ല. ശിവനിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഭക്തി. ശ്രദ്ധയും യജ്ഞവും വിഷ്ണു പൂജയും നിന്ദാപൂർവം വെടിഞ്ഞ അദ്ദേഹത്തിന് നേരെ ആദിത്യൻ കോപിച്ചു. സൂര്യൻ ആദിത്യദേവൻ ആ വൃഷധ്വജനോട് ശിവന്റെ മാത്രം ഭക്തനായത് മൂലം ശപിച്ചു, നീ ഐശ്വര്യമില്ലാത്തവനായി ഭവിക്കട്ടെ എന്ന്. അങ്ങനെയാണ് സൂര്യൻ അദ്ദേഹത്തെ ശപിച്ചത്. സ്വന്തം ഭക്തന് വന്നു ചേർന്ന ഈ സങ്കടം മനസ്സിലാക്കിയ ഭഗവാൻ ശിവൻ ശൂലവും എടുത്തുകൊണ്ട് സൂര്യന് നേരെ പാഞ്ഞു ചെന്നു. അപ്പോൾ സൂര്യൻ പിതാവായ കശ്യപനോട് കൂടി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ശൂലവും കയ്യിലേന്തിക്കൊണ്ട് ശിവനും ക്രുദ്ധനായി ബ്രഹ്മലോകത്ത് ചെന്നു. ഭയപ്പെട്ട ബ്രഹ്മാവാകട്ടെ സൂര്യനെ മുൻനിർത്തി വൈകുണ്ഠത്തിലേക്ക് പോയി. അങ്ങനെ ബ്രഹ്മാവും കശ്യപനും ആദിത്യനും, അതായത് സൂര്യനും, ഭയപ്പെട്ട് സർവേശ്വരനായ നാരായണനെ ശരണം പ്രാപിച്ചു. അവർ ചെന്ന് വൈകുണ്ഠേശനെ ശിരസാ നമിച്ചു, സ്തുതിച്ചു. ഭയപ്പെട്ട അദ്ദേഹത്തെ ശരണം പ്രാപിക്കാനുള്ള കാരണമെല്ലാം പറഞ്ഞു. കൃപാനിധിയായിട്ടുള്ള നാരായണൻ അവർക്ക് അഭയം നൽകി. ഭയം വേണ്ട, ധൈര്യത്തോടുകൂടിയിരിക്കൂ. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങളെന്തിനാ ഭയക്കുന്നത്? ആപത്തിൽ ഭയപ്പെട്ട ഭയത്തോടെ ആരെ എവിടെ വെച്ച് എന്നെ സ്മരിക്കുന്നുവോ ഉടൻ ഞാൻ ചക്രായുധധാരിയായി അവിടെ എത്തി അവരെ രക്ഷിക്കും. ഇതെന്റെ ശീലമാണ്. ഞാൻ ലോകരക്ഷകനാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ സദാ ആ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രഹ്മരൂപിയായ ഞാൻ സൃഷ്ടി നടത്തുന്നു. ശിവരൂപത്തിൽ ഞാൻ സംഹാരകർമ്മവും നടത്തുന്നു. ഞാൻ തന്നെ ശിവനാണ്. ഹേ ബ്രഹ്മൻ, ബ്രഹ്മസ്വരൂപിയായ അങ്ങും ഞാൻ തന്നെയാണ്. ത്രിഗുണാത്മകനായ സൂര്യനും ഞാൻ തന്നെയാണ്. ശിവനോ ബ്രഹ്മാവോ ആദിത്യനോ എന്നിൽ നിന്ന് ഭിന്നമല്ല. ഞാൻ നാനാരൂപങ്ങളെ കൈകൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരാദി കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് മംഗളമുണ്ടാകും. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ അനുഗ്രഹത്താൽ ശങ്കരനിൽ നിന്നും നിങ്ങൾക്ക് ഭയമുണ്ടാവില്ല. സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ശങ്കരൻ സജ്ജനങ്ങൾക്ക് സംപ്രാപ്യനും ഭക്താധീനനും ഭക്തന്മാരുടെ ഭക്തനും ഭക്തവത്സലനുമാണ്. സുദർശനചക്രവും ശിവനുമാണ് എനിക്ക് പ്രാണനേക്കാൾ അധികം പ്രിയപ്പെട്ടവര്. ഹേ ബ്രഹ്മൻ, ബ്രഹ്മാവേ, ഈ 2 പേരെക്കാൾ തേജസ്വിയായി മറ്റാരെങ്കിലും ഉണ്ടോ ഈ ബ്രഹ്മാണ്ടത്തില്? കോടി സൂര്യന്മാരെ സൃഷ്ടിക്കാൻ ശക്തനാണ് ഭഗവാൻ മഹാദേവൻ. അപ്രകാരം തന്നെ കോടി ബ്രഹ്മാക്കളെ സൃഷ്ടിക്കുന്നതിനും പ്രഭുവായ ശിവന് നിഷ്പ്രയാസം സാധിക്കും. ത്രിശൂലധാരിയായ ശങ്കരന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ അതൊന്നും പുറമെ പ്രകടിപ്പിക്കാതെ എന്നെ രാപ്പകൽ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. എന്റെ മന്ത്രങ്ങളും എന്റെ ഗുണങ്ങളും ഭക്തിയോടുകൂടി 5 മുഖങ്ങൾ കൊണ്ട് അദ്ദേഹം കീർത്തിച്ചു കൊണ്ടുവരുന്നു. ഞാനും രാപ്പകൽ അദ്ദേഹത്തിന്റെ ക്ഷേമചിന്തയിൽ മുഴുകിയിരിക്കുന്നവനാണ്. ആരെന്നെ ഏതു പ്രകാരം ഭജിക്കുന്നുവോ അപ്രകാരം തന്നെ ഞാൻ അവരെ സേവിക്കുന്നതിലും തൽപരനായിരിക്കും. ശിവസ്വരൂപനായ ഭഗവാൻ ശിവത്തിന് മംഗളത്തിന് അധിഷ്ഠാന ദേവതയാണ്. അദ്ദേഹത്തിൽ നിന്ന് മംഗളമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ശിവൻ എന്ന് വിദ്വാൻമാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്.
ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീഹരയേ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.